109 സങ്കീർത്തനത്തിലൂടെ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ അധരങ്ങൾ ഏറെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ മധ്യേ ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം നൽകും. ഒരു ദൈവ പൈതലിന് വേണ്ട ഒരു യോഗ്യതയാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സമയങ്ങളിൽ നമ്മുടെ മധ്യേ വസിക്കുന്ന ദൈവത്തിന് ഏറെ കൃതജ്ഞത അർപ്പിക്കുവാൻ, അധരം തുറന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്, സ്തുതി ആരാധനയുടെ സമയമാണ്. ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ജിനോബി ജോസാണ്. ജിനോബി ജോസിനോട് ചേർന്നുകൊണ്ട്, അധരം തുറന്ന് സമൂഹത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായി തിരഞ്ഞെടുത്ത മണിക്കൂറുകളിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെ വ്യക്തിപരമായി അനുഗ്രഹിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു രാത്രിയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ ഒരുപക്ഷെ ജീവിതം ഒത്തിരിയേറെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ ഒത്തിരിയേറെ തകർച്ചകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഇനി ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്, ഇനി എനിക്ക് ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, എൻ്റെ ജീവിതമെല്ലാം തീരാറായി, എൻ്റെ ബിസിനസ് തകർന്നു, എനിക്ക് ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്, ഒത്തിരിയേറെ തീരാ രോഗങ്ങൾ എനിക്കുണ്ട്, എൻ്റെ കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ, എൻ്റെ കുടുംബത്തിലെ തകർച്ചകൾ, ഇതൊക്കെ ഓർത്ത് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു മണിക്കൂറിലായിരിക്കാം നീ ഇപ്പോൾ ടെലിവിഷന്റെ മുൻപിലായിരിക്കുക, ഈ ദൈവാരാധനയിലായിരിക്കുക. പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം തിരിച്ചറിയുക. വചനം ഇപ്രകാരം പറയുന്നു, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അവൻ പറയുന്ന ഉദാഹരണം നോക്കുക, ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓർത്തു നോക്കിക്കേ, മോശ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരിക്കൽ അവൻ ജനത്തെ ഭയന്ന് മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോയവനാണ്. ആടുകളെ മേய்ച്ച് നടന്നവനാണ്. അവന് പ്രത്യേകിച്ച് ഗുണങ്ങളോ കഴിവുകളോ ഒന്നുമില്ല. ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവം അവനെ വളർത്തി വലുതാക്കി. എല്ലാ ദിവസവും മോശയോട് സംസാരിക്കുന്ന ഒരു ദൈവം. മോശയെപ്പോലെ ദൈവത്തെ മുഖാഭിമുഖം കണ്ട മറ്റൊരു മനുഷ്യൻ ബൈബിളിന്റെ ചരിത്രത്തിലില്ല. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ദൈവം മോശയെ സ്നേഹിച്ചു. ആ മനുഷ്യന്റെ കൂടെ നടന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയരെ, ഈ രാത്രിയിൽ വിശ്വസിക്കാൻ നമുക്ക് ആ നല്ല ദൈവത്തെ. വീണ്ടും 9-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അടുത്തിരിക്കുന്നയാളുടെ വലതുകരം പിടിച്ച് ഈ രാത്രിയിൽ നല്ല ബോധ്യത്തോടെ നമുക്കൊന്ന് പറയാം, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയ ദൈവജനമേ, അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായവൻ, അവനെ പോലെ സ്തുതികൾക്ക് യോഗ്യനായവൻ, അവനെ പോലെ സർവ പുകഴ്ചകൾക്കും യോഗ്യനായവൻ മറ്റൊരു ദൈവമില്ല. മറ്റൊരു ദൈവം ഈ ഭൂമുഖത്തില്ല. അവൻ മാത്രമാണ് എല്ലാ സ്തുതികൾക്കും ആരാധനകൾക്കും യോഗ്യനായവൻ. ആ ദൈവത്തെ ഈ രാത്രിയിൽ നമുക്കൊന്ന് ആരാധിക്കാം. കണ്ണുകൾ സാവധാനം അടച്ച് ഇരുകരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കുക. എന്റെ ദൈവത്തെ പോലെ യോഗ്യനായി, അവനെ പോലെ സ്തുതികൾക്ക് യോഗ്യനായവൻ
മറ്റൊരു ദൈവമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, എന്റെ തലമുടി നാരിഴ പോലും കൊഴിയുന്നത് അറിയുന്നവൻ, എന്റെ പേര് പോലും ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി എന്നെ കൺമണി പോലെ കാക്കുന്നൊരു ദൈവം. അവനെപ്പോലെ മറ്റാരുണ്ട് പ്രിയരെ? അവനെപ്പോലെ മറ്റാരുണ്ട്? അവനെപ്പോലെ മറ്റൊരു ദൈവമില്ല. ഇരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ? ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഈ ഉയർത്തിയ കരങ്ങളിൽ നിന്റെ ജീവിതത്തിലെ വേദനകൾ ഉണ്ടാവണം. നിന്നെ ഇപ്പോൾ അലട്ടുന്ന നൊമ്പരങ്ങൾ ഉണ്ടാവണം. ഈ ഉയർത്തിയ കരത്തിൽ നിന്റെ രോഗപീഠകൾ ഉണ്ടാവണം, നിന്റെ തകർച്ചകൾ ഉണ്ടാവണം, നിന്റെ കടബാധ്യതകൾ ഉണ്ടാവണം, നിന്റെ കുടുംബത്തിന്റെ തകർച്ചകൾ ഉണ്ടാവണം. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആ നല്ല ദൈവത്തെ ഒന്ന് വിളിക്കാമോ? എന്റെ യേശുവേ എന്നൊന്ന് വിളിക്കാമോ? നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അവിടുന്ന്. നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് അവിടുന്ന്. നിന്നെ വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ് അവിടുന്ന്. ഈ രാത്രിയിൽ ഇതാ നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാൻ പോകുന്നു. നിന്റെ കണ്ണുനീരൊപ്പുവാൻ പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കുക. ദൈവജനമെല്ലാം ഒന്ന് ചേർന്ന് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ എന്ന് വിളിച്ചു, യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല, 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 ഹല. മഹത്വം, 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 മഹത്വം. കരങ്ങൾ താഴ്ത്തി ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ആരാധ്യനായ ദൈവം, ഉന്നതനാണവൻ, എല്ലാ സ്തുതികൾക്കും യോഗ്യനായവൻ. കണ്ടുകൊണ്ട് ആരാധിക്കാം. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, യേശുവേ. യോഗ്യനേ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവസ്തുതികൾക്കും യോഗ്യൻ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. രാത്രിയിൽ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ പാപികളാണ്. നിന്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ്. ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ നിന്റെ മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത. എങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ സന്തോഷവും എൻ്റെ പ്രത്യാശയും എല്ലാം നീ മാത്രമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യാശ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യാശ എല്ലാം നീ മാത്രമാണ് ദൈവമേ. എല്ലാ സന്തോഷവും എൻ്റെ എല്ലാ ആനന്ദവും നീ മാത്രം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നീ മാത്രമെന്തേശുവേ. സന്തോഷവും എന്താശയും നീ മാത്രമെന്തേശുവേ. എല്ലാ സ്തുതികൾക്കും യോഗ്യൻ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. നീ മാത്രമേ, നീ മാത്രമേ
ദൈവത്തെ ഓർക്കുക. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തി യേശുവിനെ വിളിക്കുക. ദൈവജനമൊന്നാകെ യേശുവിനെ വിളിക്കുന്നു. നിന്റെ കണ്ണുനീരുകളെ കൊടുത്ത് വിളിക്കുക, സങ്കടങ്ങളെ കൊടുത്ത് വിളിക്കുക. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. അനേകരെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ്. അനേകരുടെ തകർച്ചകൾ ഒപ്പുന്ന രാത്രിയാണ്. അനേക തകർന്ന കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന രാത്രിയാണ്. യേശു നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിന്റെ യേശു, സൗഖ്യമായവൻ, കൃപകൾ വർഷിക്കുന്നവൻ, രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ, ബന്ധനങ്ങൾ അഴിവിക്കുന്നവൻ. ഇതാ യേശു നിന്റെ പക്കലുണ്ട്. യേശു നിന്റെ ചാരയുണ്ട്. അവനെ കണ്ട് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു, എനിക്ക് വേണ്ടി മാത്രം കരങ്ങൾ ഉയർത്തി പാടാമോ? എല്ലാ സ്തുതികൾക്കും യോഗ്യനായവൻ യേശുവേ, നീ മാത്രം. വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു, ഒന്നാകെ ആരാധിക്കുന്നു. യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. എന്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ കൊടുത്ത് ആരാധിക്കുന്നു. യേശു കടന്നു വരുന്നു. ഈ രാത്രിയിൽ ദൈവജനം ഒന്ന് വിളിച്ച് ആരാധിക്കുമ്പോൾ സ്വർഗം തുറന്ന് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്ന ദൈവം ഇതാ ഈ കൂടാരത്തിൽ ഇപ്പോൾ അവന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവേ, കൃപയിറങ്ങട്ടെ, കൃപയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. കൃപ, കൃപ, കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തുതിയുടെ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം 16:25 നമ്മൾ കാണുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും സ്തുതിച്ചുകൊണ്ടിരിക്കെ
തടവുകാരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കെ വലിയൊരു ഭൂകമ്പം അവിടെയുണ്ടായി. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അതേ പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും എല്ലാ കെട്ടുകളും തകർന്നു വീഴുവാൻ പോകുന്നു. ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. വചനം ഇപ്രകാരം പറയുന്നു, സിയോൻ പുത്രിയെ ആർത്തു വിളിക്കുക, ആനന്ദിക്കുക, നിന്റെ മണവാളൻ ഇതാ വരാറായി. അതേ പ്രിയ ദൈവജനമേ, ഈ ലോകത്തിന്റെ അവസ്ഥകളും മോഹങ്ങളും എല്ലാം കടന്നു പോകും. നിത്യതയിൽ അവനോടുകൂടെ ആയിരിക്കുക, അതാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. അതിനുവേണ്ടിയാണ് നാം ഒരുങ്ങുന്നത്. പ്രിയ ദൈവജനമേ, മണവാളൻ ഇതാ വരാറായി. രാത്രിയെല്ലാം തീരാറായി, പകലിതാ അടുത്തെത്തിയിരിക്കുന്നു. പ്രിയ ദൈവജനമേ, അവന് വേണ്ടി നമുക്കൊരുങ്ങാം. നിത്യതയിൽ അവനോടൊപ്പം ആയിരിക്കുവാൻ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട്, ഓ ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തോടൊന്ന് ചേർന്ന് ആരാധിക്കാം. താളത്തിൽ കരങ്ങൾ അടിച്ച് എല്ലാ മാലാഖമാരോടും ചേർന്ന്, സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. പരസ്പരം നോക്കി താളത്തിൽ കരങ്ങളടിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി വരവേറ്റം സമീപമാ. രാത്രിയേറെയില്ലിനി ദുഃഖമേറെയില്ലിനി പ്രിയൻ നാടിനോടേറ്റമടുത്തു. കരങ്ങളെ ഉയർത്തി അടിക്കാം. കാലമടുത്തു, കാന്തനുമായുള്ള നിത്യവാസം. കാലമടുത്തു, കാന്തനുമായുള്ള നിത്യവാസം. രാത്രിയേറെയില്ലിനി ദുഃഖമേറെയില്ലിനി പ്രിയൻ നാടിനോടേറ്റമടുത്തു. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കണ്ണുനീരുകളെല്ലാം മായ്ക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദുഃഖമെല്ലാം എടുത്തു നീക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിലാണ് ഈ രാത്രിയിൽ നമ്മുടെ വിശ്വാസം. അവനിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. ബോധ്യത്തോടെ ആരാധിക്കാം. കണ്ണുനീർ മാറും, ദുഃഖമെല്ലാം തീരും, കാന്തനുമായി നാം വാണിടുമ്പോൾ. ഒരുങ്ങിടാം പ്രിയജനമേ, വീണ്ടെടുപ്പിൻ നാളടുത്തല്ലോ. കരങ്ങളെ കാലമടുത്തു, കാന്തനുമായുള്ള നിത്യവാസം. ആരാധിക്കുന്നു. കാലമടുത്തു, കാന്തനുമായുള്ള നിത്യവാസം. കരങ്ങൾ താഴ്ത്തി രാത്രിയേറെയില്ലിനി ദുഃഖമേറെയില്ലിനി പ്രിയൻ നാടിനോടേറ്റമടുത്തു. ജീവിതത്തെ പൂർണ്ണമായും കൊടുക്കുക. ഈ രാത്രിയിൽ ഒരു നല്ല തീരുമാനമെടുക്കുക. ഇനിയൊരിക്കലും ലോകമോഹങ്ങളുടെ പിന്നാലെ, ജഡമോഹങ്ങളുടെ പിന്നാലെ ഞാൻ പോവുകയില്ല കർത്താവേ. നിനക്ക് വേണ്ടി നിത്യതയിൽ നിന്നോടൊപ്പമായിരിക്കുവാൻ, അതിനുവേണ്ടി ഇനിയുള്ള കാലം ഞാൻ അധ്വാനിക്കും. ആ ബോധ്യത്തോടെ ആരാധിക്കാം. ജഡത്തിൻ മോഹങ്ങൾ ഒഴിഞ്ഞിടുക, സ്നേഹത്താൽ ജീവിതം മുന്നേറുക.
മഹിമയിൽ കാന്തൻ എഴുന്നള്ളാറായി കൈവിടപ്പെടല്ലേ മറുയാത്രയിൽ കരങ്ങളെ ഉയർത്തിയടിക്കാം കാലമടുത്തു കാന്തനുമായുള്ള നിത്യവാസം കാലമടുത്തു കാന്തനുമായുള്ള നിത്യവാസം കരങ്ങൾ താഴ്ത്തി രാത്രിയേറെ ഇല്ലിനി ദുഃഖമേറെ ഇല്ലിനി പ്രിയനാടീനോട് ചമടുത്തു സിയോൻ പുത്രിയെ ഉണരുക നിൻ കാന്തൻ വരവേറ്റം സമീപമാ കാലമടുത്തു കാന്തനുമായുള്ള നിത്യവാസം കാലമടുത്തു കാന്തനുമായുള്ള നിത്യവാസം രാത്രിയേറെ ഇല്ലിനി ദുഃഖമേറെ ഇല്ലിനി പ്രിയനാടീനോട് ചമടുത്തു രാത്രിയേറെ ഇല്ലിനി ദുഃഖമേറെ ഇല്ലിനി പ്രിയനാടീനോട് ചമടുത്തു ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. സർവശക്തിയോടെ ഒന്ന് ആരാധിക്കുക. എന്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും ആരാധിക്കട്ടെ. യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല 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 ഗ്ലോറി 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 മഹത്വം 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 ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ദുഃഖമേറെ ഇല്ലിനി പ്രിയനാടീനോടേറ്റമടുത്തു രാത്രിയേറെ ഇല്ലിനി ദുഃഖമേറെ ഇല്ലിനി പ്രിയനാടീനോടേറ്റമടുത്തു രാത്രിയേറെ ഇല്ലിനി ദുഃഖമേറെ